കൂട്ടുകാരെ ഇന്ന് വീണ്ടും ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എന്താണ് സ്പെഷ്യലെന്ന് ചോദിച്ചാൽ അന്ന് ഞങ്ങളുടെ വീട്ടിൻ്റെ പുറകിലൊരു തേനീച്ച കൂട് കൂട്ടിയിട്ടുണ്ടായിരുന്നു. മരത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ കയറിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഏട്ടൻ ഒരുപാട് മരത്തിലൊക്കെ കയറും, പക്ഷേ ആദ്യമായിട്ടാണ് ഈ തേനീച്ചേനെ കൈകാര്യം ചെയ്യുന്നത് കണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം സംഭവം അത് കുത്തുന്നതല്ലേ, നമുക്കാണെങ്കിൽ എടുത്തിട്ടൊന്നും എത്ര എക്സ്പീരിയൻസും ഇല്ല. പക്ഷേ ഏട്ടൻ എടുക്കുക അത് ഈച്ചൻ്റെ കുത്തുകൊള്ളൊന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അനിയന്മാരൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു, അവർക്കൊന്നും പേടിയില്ല. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും ഉണ്ണിയും കൂടി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വന്നു. കാരണം അത് മറ്റേ ഇളകിക്കഴിഞ്ഞൊരു കുത്ത് കിട്ടിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞങ്ങൾ വീട്ടിൽ വന്നുകൊണ്ട് അമ്മാമ്മ മാങ്ങ അരി ഉണ്ടായിരുന്നു, അമ്മാമ്മനെ കുറച്ച് സഹായിച്ചു. പിന്നെ മുന്തിരിങ്ങ ഉണ്ടായിരുന്നു, അതാകെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അതൊക്കെ തിന്ന് ഇരിക്കുമ്പോഴേക്കും ഏട്ടൻ തേനീച്ചക്കൂടൊക്കെ വെട്ടി ഇറക്കി. നിറയെ ഈച്ച ഉണ്ടായിരുന്നു കേട്ടോ, നല്ലോണം ഈച്ച ഉണ്ടായിരുന്നു. സംഭവം ഒരു ഫോട്ടോ എടുക്കുക വേണ്ട ഏട്ടൻ അതൊക്കെ പിടിച്ച് പോസ് ചെയ്യണ കണ്ടപ്പോൾ ഞാൻ സത്യം പറയാൻ ഞെട്ടിപ്പോയി. കാരണം ഏട്ടന് ഇത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് വിചാരിച്ചു. ഇതിന് മുന്നേ ഇങ്ങനെ ഈച്ചക്കൂടൊന്നും എടുത്തിട്ട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഈച്ചകളൊന്നും ചെയ്തില്ല. അവരിരിക്കുന്നതിന് ചുറ്റും ഈച്ചയായിരുന്നു, പക്ഷെ ഒന്നും ചെയ്തില്ല കേട്ടോ. എനിക്കൊരു പോയിട്ടൊരു വീഡിയോ എടുക്കാൻ തന്നെ പേടിയായിരുന്നു. കാരണം അത് സംഭവം കുത്തും, പക്ഷേ ഈച്ചകളൊക്കെ എന്താണെന്നറിയില്ല, കുത്തിയില്ല, ഭാഗ്യം. പിന്നെ ഇതുപോലത്തെ ഒരു തേന് കഴിച്ചിട്ട് തന്നെ കുറേ നാളായി. കാരണം തേനീച്ചകളൊന്നും ഇപ്പം മരത്തിൽ വന്ന് കൂട് കൂട്ടാറുമില്ല, ഇതുപോലത്തെ തേന് കിട്ടാറുമില്ല. അതുകൊണ്ട് ഈ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തേന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നല്ല ആർത്തി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. ഞാൻ കിട്ടിയത് അതുപോലെ തന്നെ കഴിക്കുകയും ചെയ്തു. പക്ഷേ നല്ല മധുരം, കഴിച്ചിട്ടിങ്ങനെ ഇറക്കുമ്പോൾ തൊണ്ടയിൽ ഭയങ്കര ഒരു മധുരം. അത്രയും മധുരം കഴിക്കാത്തതുകൊണ്ടാണെന്നറിയില്ല, നല്ല ആർത്തിയോടെ അങ്ങോട്ട് തിന്നു. പക്ഷെ അത്രയും തിന്നേണ്ടിയിരുന്നില്ല, മധുരം അല്ലേ തലയ്ക്ക് പിടിച്ചു. പിന്നെ ആകെ ഞാൻ എന്ന് വെച്ചാൽ എന്താ പറയുക, നല്ലൊരു ആർത്തി ഉണ്ടായിരുന്നു എനിക്ക്. ആ തേൻ വേറെ ആരും കഴിക്കണ്ടെന്ന് കരുതിയിട്ട് കഴിച്ചു പോയതാണ് സംഭവം. പക്ഷേ എനിക്ക് ആ തൊണ്ടയിൽ എന്തോ പ്രശ്നം പറ്റി. പക്ഷേ കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ പോയിട്ടൊരു തണ്ണിമത്തനം കൂടി മുറിച്ചപ്പം കൂടി അത് ശരിയായി. അപ്പോൾ നമ്മുടെ കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ.